ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു യമനി റൊട്ടിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് മിക്സിൻ്റെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു ബൗള് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ സെയിം ബൗളിൽ തന്നെ ഒരു ബൗള് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി അരച്ച് പേസ്റ്റാക്കി അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കുക. ഈ മൈദക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം 3 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് പേസ്റ്റാക്കി മാറ്റി വെച്ച ആ ചോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു മാവിൽ തന്നെയാണ് ഈ ചോറിൻ്റെ ഒരു മാവിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു ബോളാക്കിയിട്ട് നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കണ പോലെ അടിച്ച് വലിച്ചിട്ടൊക്കെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് മാവാണ് ഇതിന് വേണ്ടത്. ഒരു 5-10 മിനിറ്റ് നമ്മൾ കുഴക്കേണ്ടി വരും. ഇത് കുറച്ച് സ്പീഡാക്കിയെന്നുള്ളൂ. അപ്പോൾ അത് നല്ല സോഫ്റ്റായി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് എണ്ണ തേച്ച് നമുക്ക് കുറച്ച് സമയം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അത് അരമണിക്കൂറായി നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്കതൊന്ന് ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ചെറിയ ബോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിൻ്റെ അത്ര കണ്ടല്ല, നമ്മൾ 2 ചപ്പാത്തിൻ്റെ വലിപ്പക്കാരം ഈ ഒരു റൊട്ടി. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കാൻ കാരണം എല്ലാതും ഒരേ വലിപ്പത്തിലായി ഒരേ രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ബോൾസാക്കി കയ്യിലിട്ടിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യണ പോലെ ഇതേ രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ അതാ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് അതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തണ അതേ രീതിയിൽ തന്നെ പരത്തേണ്ടത്. കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്കിത് ഇതേപോലെ പരത്തിയെടുക്കുക. പിന്നെ ആ ചപ്പാത്തിൻ്റെ അത്ര കണ്ട് സിമ്പിളാവും തോന്നണില്ല. കാരണം ഇത് മൈദയാണ്. മൈദയാകുമ്പോൾ വലിഞ്ഞിട്ടല്ലേ നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്ക് അതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു ബ്രഷിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഈ രീതിയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി തട്ടി കൊടുക്കുക. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇതേപോലെ മടക്കിയാൽ മതി. ഈ ഒരു ഭാഗം സെൻറ്റർക്ക് മടക്കുക. എന്നിട്ട് ആ മടക്കിയ ഭാഗത്തും നമ്മൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. ഈ ഓയിൽ തേച്ച് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടിയും തട്ടി കൊടുക്കുക. ഇനി ആ ഭാഗത്തുനിന്ന് ഈ സെൻറ്റർക്കും നമുക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. എവിടെയൊക്കെ മടക്കണത് ആ ഭാഗത്തൊക്കെ നമ്മൾ ഓയിലും മൈദപ്പൊടിയും തട്ടി കൊടുക്കണം. ഈ മേലെന്ന് സെൻറ്റർക്കൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെയും ഓയിലും കുറച്ച് മൈദപ്പൊടിയും തട്ടി കൊടുക്കുക. ഈ
ഈ ഒരു ഭാഗമാണ് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നൊക്കെ നമുക്ക് സിമ്പിളാണ്. നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് തലേന്നൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പരത്തിയിട്ട് റെഡിയാക്കാം. മൈദപ്പൊടി തട്ടുമ്പോൾ തന്നെ അധികമൊന്നും തട്ടി കൊടുക്കണ്ട. കാരണം അധികം തട്ടി കൊടുത്താൽ നമ്മൾ റൊട്ടി ഹാർഡായി പോവും. അപ്പോൾ അതാ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ പരത്തിയെടുക്കാം. അതാ കുറച്ച് പൊടി തട്ടിയാൽ മതി, അധികം പൊടിയൊന്നും തട്ടേണ്ട ആവശ്യമില്ല. നമുക്കിതാ ചതുരത്തിൽ തന്നെയാണ് പരത്തിയെടുക്കണത്. ഇതൊക്കെ സിമ്പിളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് പരത്തിയാൽ മതി. അധികം പൊടിയൊന്നും തട്ടാതെ പെട്ടെന്ന് കഴിയും. ഇനി ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മടക്കിയ ആ ലെയറുകളൊക്കെ വേറിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലെയറുകളാണ് ഒന്ന് പ്രത്യേകത. അപ്പോൾ അതാ നമ്മൾ ഒരു റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇതേ രീതിയിൽ പരത്തിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായിട്ട് നമുക്കിതാ ഈ റൊട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട പാടം തന്നെ നമുക്കൊന്ന് ചൂട് കയറി അപ്പോൾ തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴൊക്കെ തന്നെ അത് പൊന്തി വരാൻ തുടങ്ങും. പക്ഷെ നമ്മൾ റൊട്ടി റെഡി ആയിട്ടില്ല. തിരിച്ചും മറിച്ചു വിട്ട് 2-3 വട്ടം നമ്മൾ മറിച്ചു വിട്ടിട്ട് അപ്പോഴാണ് ഈ റൊട്ടി റെഡി ആവുള്ളൂ. അല്ലെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടൂല. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല. ഉള്ളിലൊക്കെ നമ്മൾ ഓയിൽ ചേർത്തുകൊണ്ട് പുറത്ത് തേക്കണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ റൊട്ടി നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതാ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത് നല്ല സോഫ്റ്റാണ്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ നമ്മളെ റൊട്ടിയൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു നല്ല ഭംഗി തോന്നണില്ലേ? നമ്മൾ ചപ്പാത്തിയൊക്കെ തിന്ന് മടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് മാറ്റി പിടിച്ച് വെക്കൊണ്ട്, ചപ്പാത്തിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതൊന്ന് റെഡി ആക്കൊണ്ടു. അടിപൊളി ടേസ്റ്റാണ്. ഇതിന് നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ആക്കാം. അപ്പോൾ അതാ നമ്മളിതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളൊന്ന് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ മടക്കിയെടുത്ത ആ ലെയറുകളൊക്കെ അതേപോലെ ഉണ്ട്. നല്ല സോഫ്റ്റുമാണ്. നമ്മൾ ചോറൊക്കെ കൂട്ടി അരച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പം അത് നല്ല ബീഫ് റോസ്റ്റോ ചിക്കൻ കടായോ മുട്ട റോസ്റ്റോ മുട്ടക്കറിയോ നല്ല ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. ഞാൻ ഇത് നല്ല അടിപൊളി ചിക്കൻ കറിൻ്റെ കൂടെയാണ് കഴിക്കണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ആക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട് ഇതിൽ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.